നമസ്കാരം. പാട്രിയോട്ടിക് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. പരീക്ഷണ പറക്കലിനിടെ പാകിസ്ഥാനിൽ യുദ്ധവിമാനം തകർന്നു വീണു. പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക് നഗരത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പരിശീലനത്തിനിടെ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ JF-17 യുദ്ധവിമാനം തകർന്നു വീണത്. ആളപായമുണ്ടായിട്ടില്ല. 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടു. മറ്റു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് വ്യോമസേന അറിയിച്ചു. അപകടം അന്വേഷിക്കാൻ ഒരു ബോർഡ് ഓഫ് എൻക്വയറിക്ക് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് PAF പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്നു വീണിരുന്നു. പതിവ് പറക്കലിനിടെ അറ്റോക് ജില്ലയിൽ തന്നെയാണ് തകർന്നു വീണത്. ഇതോടൊപ്പം ഫെബ്രുവരിയിൽ ഒരു സാധാരണ പ്രവർത്തന പരിശീലന ദൌത്യത്തിനിടെ പഞ്ചാബ് പ്രവിശ്യയിലെ ഷോർട്ട്കോറിനടുത്ത് ഒരു മിറേജ് വിമാനവും തകർന്നു വീണിരുന്നു. കഴിഞ്ഞ വർഷം ഇത്തരം 5 വിമാന അപകടങ്ങളാണ് പാകിസ്ഥാനിലുണ്ടായത്. ആദ്യത്തെ സംഭവം നടന്നത് 2020 ജനുവരിയിലാണ്. മിയാൻ വാലിക്കടുത്ത് ഒരു സാധാരണ പ്രവർത്തന പരിശീലന ദൌത്യത്തിനിടെ PAFന്റെ ഒരു വിമാനം തകർന്നു വീഴുകയായിരുന്നു. സേനയുടെ FD-7 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പൈലറ്റുമാരായ സ്ക്വാഡ്രൺ ലീഡർ ഹാരിസ് ബിൻ ഖാലിദ്, ഫ്ളൈയിംഗ് ഓഫീസർ ഇബാദുർ റഹ്മാൻ എന്നിവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഫെബ്രുവരിയിൽ പഞ്ചാബിലെ ഷോർട്ട്കോർ നഗരത്തിന് സമീപമാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. സാധാരണ പ്രവർത്തന പരിശീലന ദൌത്യത്തിനിടെ ഒരു സേനയുടെ മിറേജ് വിമാനമാണ് തകർന്നു വീണത്. ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഇതേസമയം തന്നെ ഖൈബർ പത്തുൻക്വയിലെ മർദാൻ ജില്ലയിലെ തക്ദ്ഭായ്ക്ക് സമീപമാണ് അടുത്ത അപകടമുണ്ടായത്. സാധാരണ പരിശീലന ദൌത്യത്തിനിടെ ട്രെയിനർ വിമാനമാണ് അപകടത്തിൽ തകർന്നു വീണത്. അപകടത്തിൽ നിന്ന് പൈലറ്റിനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ചിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ F-16 വിമാനം പരേഡിനായുള്ള റിഹേഴ്സലിനിടെ ഇസ്ലാമാബാദിലെ ഷക്കർ പാരിയറിന് സമീപം തകർന്നു വീണിരുന്നു. വിംഗ് കമാൻഡർ നൌമാൻ അക്രമിന് അപകടത്തിൽ ജീവൻ നഷ്ടമായി. സെപ്റ്റംബറിൽ PAF വിമാനം അറ്റോക്കിലെ പിണ്ടി ഖേബിന് സമീപം തകർന്നു വീണു. പരിശീലന ദൌത്യത്തിനിടെയാണ് അപകടമുണ്ടായത്. ജീവഹാനിയൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അടിക്കടി വിമാന അപകടങ്ങൾ ഉണ്ടാകുന്നെങ്കിലും അന്വേഷണ റിപ്പോർട്ട് പുറത്തിറക്കുന്നതിലും നടപടി സ്വീകരിക്കുന്നതിലും പാകിസ്ഥാൻ പിറകിലാണെന്ന് നിരീക്ഷകർ പറയുന്നു. മെച്ചപ്പെട്ട ആയുധങ്ങളുണ്ടെങ്കിലും വിദഗ്ധരായ പരിശീലകരുടെ അഭാവം പാക് സേനയുടെ പരിശീലനത്തിൽ പ്രകടമാണ്. അപകടങ്ങൾക്ക് പിന്നിൽ പാക് ഭീകര സംഘടനകളാണെന്ന ആരോപണങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാവാറില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, പാട്രിയോട്ടിക് മലയാളി.